ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും മേരി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്കിൻ കെയറൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു ഫൗണ്ടേഷനും സ്ട്രോപ്പ് ക്രീമും തമ്മിൽ മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ നൈക്കയുടെ മിനി ഫൗണ്ടേഷനാണ്. വാം സാൻഡാണ് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ. പിന്നെ ഞാൻ എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമും കൂടി ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ചും കൂടി നല്ലത് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ഫൗണ്ടേഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിംഗേഴ്സ് വെച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി വളരെയധികം കുറച്ചെടുത്തിട്ട് കേട്ടോ, വളരെ കുറച്ചെടുത്തിട്ട് ഡെയിലി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഒരു ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്ട്രോപ്പ് ക്രീം അടിപൊളിയാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷേ സംഭവം സൂപ്പറാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ബെയർ ഫേസിലിടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ഒപ്പം മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹൈലൈറ്റർ പോലെ യൂസ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻസൈറ്റിൻ്റെ ഫിനിഷിംഗ് ലൂസ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴെയും അതുപോലെ തന്നെ ടീ സോണിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കൂടുതൽ ഓയിലി ആവാൻ ചാൻസ് ഉള്ള ഏരിയാസിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ മുകളിലും താഴെയും ക്രീസ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ പ്രത്യേകം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മൂക്ക്, മൗത്തിന് ചുറ്റും, പിന്നെ നെറ്റി, ഇവിടേക്കാണ് കൂടുതലും ഓയിലി ആവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം മാഴ്സിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് അടിപൊളിയാണ്, നല്ല അഫോർഡബിൾ ആണ്, നല്ല പെർഫോമൻസ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഐബ്രോ പ്രോഡക്റ്റ് ഈവനായിട്ട് ഐബ്രോസിൽ സ്പ്രെഡ് ആയിക്കോളും. എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട് കാലം കുറേ ആയിട്ടോ, പ്രത്യേകിച്ച് ഷേപ്പിലൊന്നും അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്യാപ്സ് മാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഐ ഷാഡോ പാലറ്റ് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഖത്തറിന്ന് വാങ്ങിയിട്ടുള്ളതാണ്, ബ്രാൻഡ് ഞാൻ മറന്നുപോയി. എന്തായാലും സംഭവം സൂപ്പറാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കണ്ണിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രീസിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിൽ ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ സെയിം പാലറ്റിലെ ആ ഒരു ബ്ലാക്ക് മാറ്റ് ഐ ഷാഡോ ഒരു ഇയർബഡിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു സ്മോക്കി ഐസ് പോലെ ചെയ്തെടുക്കുകയാണ്. കണ്ണിൻ്റെ മുകളിൽ മാത്രമാണ് ഞാനിത് ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഐ ലുക്ക് കാണാനായിട്ട്. എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിതുപോലെ ഐ ഷാഡോ വെച്ചിട്ട് ഇയർബഡ് യൂസ് ചെയ്തിട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ സെയിം ബ്ലാക്ക് ഐ ഷാഡോ തന്നെ ഒരു ബ്രഷിലെടുത്തിട്ട് ഔട്ടർ വിയിൽ കുറച്ചധികം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഡീപ്പായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കണ്ണിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാവുമ്പോൾ രണ്ട് ഷെയ്ഡ്സും തമ്മിൽ നന്നായിട്ട് മേർജ് ആയിക്കോളും. ഞാനിന്ന് വേറെ ഷിമ്മറി ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഒരു മാറ്റ് ഐ ലുക്കാണ് ഞാനിന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അതിനുശേഷം ഞാൻ മസ്കാരയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഡീസൻറ്റ് മസ്കാരയാണ്, നല്ല പെർഫോമൻസാണ്, റേറ്റും വലിയ കൂടുതലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അടുത്തത് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബെല്ലാവിറ്റ ഓർഗാനിക്കിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് കേട്ടോ. ഇത് നമുക്ക് ലിപ്സ്റ്റിക്കായിട്ടും അതുപോലെ തന്നെ ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്ര അധികം പിഗ്മെൻറ്റഡ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇട്ടപ്പോൾ കൂടി പോയിട്ടോ കുറച്ച്. പക്ഷേ ഞാൻ എന്നാലും ഇത് നന്നായിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു സൈഡിൽ കുറച്ച് കൂടുതൽ എനിക്ക് തോന്നി, ഈ ഒരു സൈഡിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ലൂസ് പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എടുത്തറിയുന്ന ആ ഒരു ഇത് മാറി അത്യാവശ്യം ഒന്ന് ഡിമ്മായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം
നേരത്തെ യൂസ് ചെയ്ത ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ നോസ് മാത്രം ഒന്ന് കോണ്ടോർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അധികം ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇന്ന് ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ലിപ്പ് ലൈനറാണ്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ റെഡും വൈറ്റൊക്കെ ആണല്ലോ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരാം. അപ്പോൾ ഈ ഷെയ്ഡ് ഞാൻ ലിപ്പിൽ ലൈൻ ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഞാൻ റെഡ് ഷെയ്ഡ്സിൻ്റെ അത്ര വലിയ ഫാനൊന്നുമല്ല, പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മീതെ നൈക്കയുടെ ഈ ഒരു ഓറഞ്ചിഷ് റെഡ് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ലിപ്പ് ലൈനർ അടിയിലിട്ടിട്ട് മുകളിൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇതാ കഴിഞ്ഞു നമ്മുടെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ നാളായി, ഓണത്തിൻ്റെ സമയത്ത് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. നല്ലൊരു ഡ്രസ്സാണ്. ഫ്രണ്ടിൽ ഒരു സ്ലിറ്റും കാര്യങ്ങളൊക്കെയുള്ള നല്ല ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഏതെങ്കിലും ഹോൾ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.